നോക്കുമ്പോ തന്നെ വന്ന് പിടിച്ചത് ആണല്ലേ? വയലില് കാടൊന്നുമില്ല, ലേസ പൂവിന്റെ ഇതേപോലെ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പോവാണ് ഇതേ? ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പോയോ? ഈ ചോരൊക്കെ കുടിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ ഓടിപ്പോയപ്പോ പോയത്. അതെ, നിങ്ങൾ കണ്ടോ നേരിട്ട്? ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിന്റെ മുന്നിൽ തന്നെ പോത്ത് കടിച്ചു പിടിച്ചേക്കായത്തില്ല. അപ്പോൾ കടിച്ചു പിടിച്ചേക്കായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഓടിച്ചപ്പോൾ പിന്നെ പോയി അത്. ഓഹോ, ഫോറസ്റ്റ് അടുത്തായതുകൊണ്ട് എല്ലാം ഉണ്ടാവൂലേ? ആനയൊക്കെ ഉണ്ടാവൂലേ? ആണല്ലേ? നിങ്ങൾക്ക് ഈ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ടോ? ഇങ്ങോട്ട് വരില്ല, ഇതിന്റെ ആ സൈഡൊക്കെ വരുന്നു. അവിടെ ട്രെഞ്ച് ഉണ്ടല്ലേ? കറക്റ്റായിട്ട് ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരില്ലല്ലേ? നമസ്കാരം, ഞാനിന്നുള്ളത് ബത്തേരി ഓടപ്പള്ളം പുതുവീട് ഉന്നതിയിലാണ്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കടുവ പ്രശ്നമാണ്. കടുവ ഇറങ്ങി കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്തുള്ള ഒരാളുടെ പോത്തിനെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. നിരന്തരമായിട്ട് ഇവിടെ കടുവയെ കാണുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിന് ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്, വനഗ്രാമം തന്നെയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും ആ സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ ഈ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ, ട്രെഞ്ചും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ താമസമുള്ള സ്ഥലങ്ങളാണ്, അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് ഏകദേശം സിറ്റുവേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അവരവിടെ ഉണ്ടാവുക? പുഴു ഉണ്ടോടാ? പുഴു ആളുണ്ടോ? പേരെങ്ങനെയാണ്? പേരെങ്ങനെയാ? എൻ്റെ പേരാ സുനിൽ. സുനിൽ, ഇത് എന്നാ സംഭവം നടന്നു? നിങ്ങളാണോ പോത്ത്? ഞങ്ങൾ തന്നെ ആണല്ലേ? 2 മണിക്കാണ് പോത്തിൻ്റെ. എന്നാ സംഭവം ഉണ്ടായേ? ആക്രമണത്തിൽ പോത്ത് 2 മണിക്ക് നടന്നത്. മിനിയാന്നാ? നിങ്ങൾ കണ്ടോ നേരിട്ട്? ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിൻ്റെ മുന്നിൽ തന്നെ പോത്ത് കടിച്ചു പിടിച്ചേക്കായത്തില്ല. അപ്പോൾ കടിച്ചു പിടിച്ചേക്കായിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഓടിച്ചപ്പോൾ പിന്നെ പോയി അത്. ഓഹോ, നേരിട്ട് കണ്ടു കടുവനെ? നേരിട്ട് കണ്ടു. ആണല്ലേ? ഓഹോ, വലിയ കടുവയാ? വലിയ കടുവ ആണല്ലേ? ഈ പ്രദേശത്ത് അങ്ങനെ കടുവ വരാറുണ്ടോ? സ്ഥിരമായിട്ട് വരാറുണ്ട്. ആണല്ലേ? അപ്പോൾ ഇതിന് മുന്നേ പോത്തുകളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ? ആക്രമിച്ചിട്ടുണ്ട്. പുറത്തുള്ള ആളുടെയൊക്കെ. ആ പോത്തിൻ്റെ എന്തായി? രക്ഷപ്പെട്ടോ? 3 പോത്തുണ്ടായിരുന്നു. 2 പോത്ത് ഓടി, പിന്നെ ഒരെണ്ണത്തിൽ പിടിച്ചു. അത് ചത്തുപോയി? ചത്തുപോയി അല്ലേ? അപ്പം തന്നെ പിന്നെ ഫോറസ്റ്റുകാരും മെമ്പരെല്ലാവരും വന്നു. എന്നിട്ടോ? പിന്നെ വാച്ചർമാരെല്ലാവരും വന്നു. പിന്നെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരത്തിന്. നിങ്ങൾക്ക് എത്ര പോത്തുണ്ടായിരുന്നു? 3 അല്ലേ? 3 ഇനി 2 ഉള്ളൂ. എവിടുന്ന സംഭവം നടന്നേ? അവിടെ വയലിന്നാ? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിനോട് ചേർന്ന്. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്? നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസിക്കാം അല്ലേ? വർഷങ്ങളായിട്ടുള്ള. ഈ ഉന്നതിയുടെ പേര് പുതുവീട് അല്ലേ? പുതുവീട് കാട്ടുനായ്ക്ക.
ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? രാജൻ. രാജൻ്റെ. ചേട്ടൻ്റെ ആണല്ലേ പോത്ത്? ആ എൻ്റെ. നിങ്ങളൊക്കെ അപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ? നേരിട്ട് കണ്ടു? കണ്ടു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് പോത്തിനെ തീറ്റിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ? വയലിലേക്ക് കൊണ്ട് പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആണല്ലേ? ഇപ്പോൾ പോകുമ്പോൾ പിന്നെ കണ്ടോ കടുവേനെ? ഇന്ന് കണ്ടില്ല. ഇന്ന് കണ്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു. ആണല്ലേ? അപ്പോൾ നിങ്ങളെന്ത് വിശ്വസിച്ചാൽ അതിനെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട്? അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്നുണ്ട്. കൂടെ നിൽക്കുമ്പോൾ വന്ന് പിടിച്ചത്. കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് വന്ന് പിടിച്ചത്? അതെ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പേടിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോയത്? പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് അങ്ങ് ഒച്ചയാക്കുമ്പോൾ പോയി. അതല്ലേ? പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? ഇതേപോലെ പോത്തുകളെ തീറ്റിച്ചിട്ട് കൊണ്ടുവരുന്ന ആളുകളാട്ടത്. കുറേ വർഷങ്ങളായിട്ട് പോത്തിനെ തീറ്റിക്കുന്ന ആളാണോ? ആണല്ലേ? പോത്തുണ്ടല്ലേ? പോത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നേ നിങ്ങളുടെ ഇതിനെ പിടിച്ചിട്ടുണ്ടോ? എൻ്റേതില്ല, താഴെ ഭാഗത്തുള്ളവരൊക്കെ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഒക്കെ. ആണല്ലേ? ഓഹോ. എൻ്റേത് ആദ്യമായിട്ട് പിടിച്ചത്. ആണല്ലേ? അതും നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് പിടിക്കുന്നത്? നോക്കുമ്പോൾ തന്നെ വന്ന് പിടിച്ചത്. ആണല്ലേ? വയലിൽ കാടൊന്നുമില്ല. ലേസ പൂവിൻ്റെ ഇതേപോലെ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പോവാണ് ഇതേ? ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പോയോ? ഈ ചോരൊക്കെ കുടിച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഓടിപ്പോയപ്പോൾ പോയത്. അതെ. അപ്പം തന്നെ പോത്തി എത്തായിരുന്നു? സത്തുപോയി. ആണല്ലേ? നഷ്ടപരിഹാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞോ? പറഞ്ഞു. ആണോ? ഇവിടെ കടുവല്ലാതെ മറ്റ് മൃഗങ്ങൾ ഫോറസ്റ്റ് അടുത്തായതുകൊണ്ട് എല്ലാം ഉണ്ടാവൂലേ? ആനയൊക്കെ ഉണ്ടാവൂലേ? ആണല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ടോ? ഇങ്ങോട്ട് വരില്ല, ഇതിൻ്റെ ആ സൈഡൊക്കെ വരുന്നു. അവിടെ ട്രെഞ്ച് ഉണ്ടല്ലേ? കറക്റ്റായിട്ട് ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല അല്ലേ? വരില്ല. ഇവരുടെ ഈ കോളനിയുടെ ചുറ്റും ട്രെഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകൾ ഇങ്ങോട്ട് കിടക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ തീറ്റിക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇല്ല. ഈ ഊരിൻ്റെ അകത്തേക്ക് കയറുന്നില്ല? ഇല്ല. ഇങ്ങോട്ട് വരില്ല. ആനയൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമായിരിക്കും? ഇതിലൊക്കെ വരും അല്ലേ? വൈകിട്ട് എത്ര മണിയാകുമ്പോഴത്തേക്കൊക്കെ വരും? ഒരു 8 മണിക്കൊക്കെ വരും. ഇതിലൊക്കെ ഉണ്ടാവും അല്ലേ? ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ചുറ്റും ഫോറസ്റ്റ് അല്ലേ? എൻ്റെ ഫോറസ്റ്റ് അല്ലേ? ഇത് തൊഴുത്തായിരിക്കും അല്ലേ? വേറെ ശല്യമില്ലാത്ത കൊണ്ട് ഇവിടെ കെട്ടിയത് ആണല്ലേ? ആണ് ഇവരുടെ തൊഴുത്ത് കേട്ടോ. നിങ്ങൾ പോത്തിനെ എത്ര മാസം വളർത്തും സാധാരണ? ഒരു 2-3 മാസമൊക്കെ 2-3 മാസം വളർത്തുള്ളൂ. പിന്നെ ഇതിപ്പോൾ എത്ര മാസം പ്രായമുള്ള? അത് പിന്നെ അത് 1 വയസ്സായിട്ടുണ്ട്. 1 വയസ്സ്? പിന്നെ വാങ്ങിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അതാ ചോദിച്ചാൽ എത്ര നാൾ വളർത്തും നിങ്ങൾ? അത് വർഷത്തിന്. 1 വർഷത്തേക്ക്? 1 വർഷമാകുമ്പോൾ കൊടുക്കും അല്ലേ? അങ്ങനെ.
ഇപ്പോൾ നമ്മൾ കണ്ടാണ് വള്ളുവാടി പുതുവീട് എന്ന് പറയുന്ന ഉന്നതിയിലെ ആ ഒരു വിഷയം എന്ന് പറയുന്നത്. കടുവയുണ്ട് ഈ പ്രദേശത്ത് നമുക്കറിയാം. പിന്നെ ഫോറസ്റ്റിൻ്റെ സൈഡായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതൊരു വനഗ്രാമം ആയതുകൊണ്ട് പിന്നെ അതൊരു ഉന്നതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 വശവും ഫോറസ്റ്റായിട്ടുള്ള പ്രദേശമാണ്. ട്രെഞ്ച് ഉള്ളതുകൊണ്ട് ആന മാത്രം ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അവർ അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പോത്തൊക്കെ പോകുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട്. കാരണം ഒരു വർഷം വളർത്തി അതിനെ വിറ്റ് കിട്ടുന്ന പൈസയാണ് അവർക്ക് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഈ സമീപകാലത്ത് ഇപ്പോൾ ഒരു കടുവനെ ഇപ്പോൾ ഈ സമീപകാലത്ത് ഇവരുടെ ഒരു പോത്തിനെ പിടിച്ചു. ഇതിനു മുന്നേ എല്ലാ വർഷം തന്നെ പറയുന്ന പോലെ കടുവകൾ ഇവരുടെ പോത്തിനെയും പശുവിനെയൊക്കെ പിടിക്കാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഏതായാലും അതിൻ്റെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ കിട്ടുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.